അപ്പോസ്തല പ്രവൃത്തി 5 വളരെ ലളിതമായി പറയുകയാണ്, അവരെ അസൂയ നിമിത്തം പിടിച്ച് തടവിലാക്കി. അടുത്ത വചനം, രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ വന്ന് കാരാഗൃഹത്തിൽ നിന്ന് അവരെ വിളിച്ച് പുറത്തിറക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ഈ ജീവന്റെ വചനം മടികൂടാതെ പ്രസ്താവിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വച്ചിരിക്കുന്ന വെറും ചരിത്രമല്ല. മറന്നു പോകരുത്, അപ്പോസ്തല പ്രവൃത്തി എന്ന പേര് നമ്മൾ ഇട്ടതാണ്. ലൂക്കോസ് എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു ചെയ്തതിന്റെ ചരിത്രമാണ്. ലൂക്കോസ് എഴുതിയ 2-ാമത്തെ ചരിത്രം പരിശുദ്ധാത്മാവ് വന്നിട്ട് ചെയ്യിച്ചതിനെ കുറിച്ചുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും അപ്പോസ്തല പ്രവൃത്തികളെ അപ്പോസ്തലന്മാരുണ്ടായിരുന്ന കാലത്ത് അപ്പോസ്തലന്മാർ പ്രവർത്തിച്ച പ്രവൃത്തി എന്ന് വിചാരിക്കരുത്. അവരെ ആത്മാവിനാലാണ് അവയെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയല്ല. അപ്പോസ്തലന്മാർ പ്രവർത്തിക്കാതെ 1-ാം അധ്യായത്തിൽ കാത്തിരിക്കുന്നുണ്ട്. അന്നും അപ്പോസ്തലന്മാരുണ്ട്, ഇല്ലാതിരുന്നത് പരിശുദ്ധാത്മാവാണ്. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നതിൽ പിന്നെയാണ് പ്രവർത്തിക്കാൻ അവർക്ക് അനുവാദമുണ്ടായത്, പ്രവർത്തിക്കുവാൻ അവർക്ക് സാഹചര്യം ഉണ്ടായത്. ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അങ്ങനെയാണെങ്കിൽ അതേ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. അതേ പരിശുദ്ധാത്മാവ് ഇന്നും വ്യക്തികളെ കൈകളിൽ എടുക്കുന്നു. അതേ പരിശുദ്ധാത്മാവ് ഇന്നും വ്യക്തികളെ കൈകളിൽ എടുക്കുന്നു. ഞാനിത് പറയുമ്പോൾ ആരെയൊക്കെയോ കർത്താവ് കൈകളിൽ എടുക്കുകയാണ്. നിന്റെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം നിന്നെ കൈകളിൽ എടുക്കുകയാണ്. നിന്റെ തലമുറയുടെ വിടുതലിന് വേണ്ടി ദൈവം നിന്നെ കൈകളിൽ എടുക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവശക്തി നിങ്ങളിൽ വ്യാപരിച്ചു തുടങ്ങട്ടെ.